ഈ കുലശേഖരം പ്രദേശത്ത് ആദ്യം മുതൽ വന്ന് ചേരുകയും ഇവിടെ ഒരു ആരാധന ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വളരെ അധികം കഷ്ടതകൾ പ്രയാസങ്ങൾ സഹിക്കുകയുമൊക്കെ ചെയ്ത അനേക ആളുകൾ ഉണ്ട്. നേതൃത്വം നൽകിയ മെത്രാപ്പോലീത്തന്മാരുണ്ട്, വൈദിക ശ്രേഷ്ഠരുണ്ട്, നമ്മുടെ പൂർവികരായ വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം ഉണ്ട്. അവരെയെല്ലാം നന്ദിയോടെ ഓർക്കുവാൻ ഈ അവസരം നാം വിനിയോഗിക്കുവാനിടയാകണം. തിരുവിതാംകോട് മുതൽ തിരുവനന്തപുരം പാളയം പള്ളി വരെയും അവിടെ നിന്ന് ഉണ്ടായ ആ പ്രദേശത്തെ മറ്റ് ഇടവകകളെയുമൊക്കെ കുറിച്ചുള്ള ഒരു ചരിത്ര ഗ്രന്ഥം, വളരെ ചെറിയൊരു പുസ്തകമാണ് സൂര്യനിൽ ഒരു ഇടം എന്ന ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം വായിക്കുവാൻ ഇടയായി. സൂര്യനിലൊരു ഇടം എന്നുള്ളത് അന്നത്തെ പൂർവ്വ പിതാക്കന്മാർ പ്രത്യേകിച്ച് ആ പള്ളിപ്പണിക്ക് വേണ്ടി അഹോരാത്രം കൽപ്പനകൾ എഴുതുകയും കഷ്ടപ്പെടുകയും 1000 രൂപ അവർക്ക് കൊടുക്കുകയും 500 രൂപ രാജാവ് കൊടുക്കുകയും കുറച്ച് സ്ഥലം നൽകുകയും തുടർന്ന് അന്ന് തിരുവനന്തപുരത്തുള്ള കുട്ടികൾ പഠിക്കുവാനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഈ ജോൺ ജേക്കബിൻ്റെ പിതാവ് മുതലുള്ള വക്കീൽ മുതലുള്ള ആളുകൾ, അങ്ങനെ വിവിധ കാരണങ്ങളാൽ ലൂക്കോസ് വൈദ്യൻ എന്ന തേവലക്കരക്കാരൻ, ഇവരെ ഒക്കെ ആഗ്രഹിച്ച് അങ്ങനെ ഒരു ദേവാലയം ഉണ്ടായി. 10 വർഷമെടുത്തു തിരുവനന്തപുരം പള്ളി പണിത് പൂർത്തിയാക്കുവാൻ. അവിടെ നിന്നാണ് വിവിധ കാലങ്ങളിൽ ആ പ്രദേശത്തുള്ള ബാക്കിയുള്ള എല്ലാ ദേവാലയങ്ങളും ഉണ്ടായത് എന്ന് വായിക്കുവാൻ കഴിഞ്ഞു. ഏതാണ്ടൊക്കെ അത്രയും പഴക്കമില്ലെങ്കിലും തൊട്ടടുത്ത് പഴക്കം ഉള്ള മറ്റൊരു ദേവാലയമാണ് കുലശേഖരം പള്ളി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുൻപ് ബലഹീനനായ എനിക്ക് സെമിനാരിയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഈ സ്ഥലത്ത് വന്ന് ഏതാണ്ട് ഒരാഴ്ച ഇവിടെ താമസിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ട അതേ ചിത്രം, പള്ളിയുടെ ചുറ്റും പ്രത്യേകിച്ച് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നല്ല കവുങ്ങ് തോട്ടം, നല്ല വാഴത്തോട്ടം, അങ്ങനെ കൃഷിയിടത്തിൻ്റെ നടുക്ക് മനോഹരമായി നിൽക്കുന്ന ഒരു ദേവാലയം. ഇന്ന് അത് കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതൊന്ന് നവീകരിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയാണ് എന്ന് ജേക്കബ് തോമസ്, അല്ലേ എങ്ങനെയല്ലേ ഒഫീഷ്യൽ പേര്, നമ്മുടെ മെബിൻ അച്ഛൻ പറഞ്ഞു. ട്രസ്റ്റിയും സെക്രട്ടറിയും ഒക്കെ പറഞ്ഞു, തിരുമേനി പ്രാർത്ഥന ഉണ്ടാകണം, ഞങ്ങളൊന്ന് ശ്രമിക്കുകയാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ പഴയ പള്ളികൾ തൊടുമ്പോൾ വളരെ പ്രാർത്ഥനാപൂർവം അത് ചെയ്യണം, അത് ഭംഗിയായാൽ ഭംഗിയായി എന്നൊരു പക്ഷെ പറഞ്ഞെന്നിരിക്കും. ഏതെങ്കിലും വിധത്തിൽ ശരിയായില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം മുഴുവൻ വൈദികനും ട്രസ്റ്റിക്കും ആ കമ്മിറ്റിക്കും ഇരിക്കും. എൻ്റെ ഒരു തുറന്ന അഭിപ്രായം ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ ഭംഗിയായിട്ട് അത് നല്ല ഐക്കണോഗ്രഫിയൊക്കെ വരച്ച് മനോഹരമായ നല്ല ഒരു ഓർത്തഡോക്സ് ദേവാലയമായിട്ട് അത് നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഭിത്തിക്കൊന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു കരിങ്കൽ ഭിത്തിയാണ്, അല്ലേ, വളരെ മനോഹരമായി കരിങ്കല്ലിൽ കെട്ടിയിരിക്കുന്ന ഭിത്തിയാണ്. നല്ല ഗോതിക് സ്ട്രക്ചറും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടാണ് പൂർവികർ പണിതിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടി മോടി പിടിപ്പിക്കുവാനും അതുപോലെ തന്നെ അത് കട്ടളകൾ, ജനലുകൾ, അതിൻ്റെ പാളികൾ ഒക്കെ മാറ്റുവാനും നല്ല ചിത്രപ്പണികൾ നടത്തുവാനും ഒക്കെ ഇടയായി. അത് കൂദാശ ചെയ്യുവാൻ, പുനർശുദ്ധീകരിക്കുവാനുള്ള ഒരു ഭാഗ്യം തമ്പുരാൻ തന്നത് ബലഹീനനായ എനിക്കാണ്. ബാബാ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി നല്ല തിരക്കിലാണ്, അപ്പോൾ ഈ ദിവസവും കൂടെ ആയപ്പോൾ അത് ചെയ്യുവാനായിട്ട് കൽപ്പിക്കുകയായിരുന്നു. ബാബാ തിരുമേനിയുടെയും ബലഹീനനായ നമ്മുടെയും സഭയുടെ പരിശുദ്ധ സുന്നതദോസിൻ്റെയും ഒക്കെ
എല്ലാ ആശംസകളും ഈ സമയത്ത് ഒരു വാക്കിൽ അറിയിക്കുകയാണ്. എല്ലാ പിതാക്കന്മാരെയും സമയം കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് അഭിയോഗ്യനായ ഡോക്ടർ ഗബ്രിയേൽ ഗ്രിഗോറിയോസ് സിൽവേനെയും ക്ഷണിക്കുകയും കുർബാന അർപ്പിക്കുവാൻ കൊണ്ടുവരികയും ഒക്കെ ചെയ്യണമെന്ന് കൂടെ ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് വായിച്ചു കേട്ട ഭാഗം കർത്താവ് പറയുകയാണ്, പ്രതിഷ്ഠാ പെരുന്നാൾ ദിവസത്തിൽ യെരൂശലേമിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ. ദേവാലയത്തിൻ്റെ ധർമ്മം അതാണ്. ദാഹിക്കുന്നവർക്ക് കുടിപ്പാൻ നൽകുക. അത് ഒരു ഗ്ലാസ് പച്ചവെള്ളം എങ്കിലും എന്ന് കർത്താവ് പറയുന്നുണ്ട്. അവിടെ നിന്ന് ആത്മീയ തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭാവിച്ചു കൊടുക്കുക. അതാണ് ദേവാലയത്തിൻ്റെ ധർമ്മം. അവിടെ വരുന്നവർക്കെല്ലാം സംരക്ഷണം നൽകുവാൻ കഴിയുക. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആരെയും മടക്കി അയക്കുവാൻ ഇടയാകാതിരിക്കുക. ഉള്ളത് പകുത്തു കൊടുക്കുവാൻ സംഗതിയാവുക. അപ്പോൾ ദേവാലയം കൂടുതൽ 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 അഭിവൃദ്ധിയിൽ മുന്നോട്ട് പോകും. ഭവനങ്ങൾ അഭിവൃദ്ധിപ്പെടും. ഈ ഒരു സന്ദേശം മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. പൂർവികർ ആ വിധത്തിൽ ചെയ്തതുകൊണ്ടാണ് ഇന്ന് നാം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ന് ഈ ദിവസങ്ങളിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ 92ാമത് രാജ്യാന്തര സമ്മേളനം നടക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇന്നലെ രാത്രി 8 മണിയായപ്പം പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ച് ഉള്ളൂർ അരമനയിൽ അല്പനേരം വിശ്രമിച്ച് രാവിലെ 6:30 മണിയായപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോഴാ കുട്ടികളോട് ഏതാണ്ട് 600ഓളം കുട്ടികൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിൽ നാം വസിക്കുന്നു. ആരാധനാ സ്വാതന്ത്ര്യം, ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ ഒരു വലിയ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ അതിനൊന്നും സ്വാതന്ത്ര്യമില്ലാത്ത നാടുകളിൽ ചെന്നാലേ അറിയുള്ളൂ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമുക്ക് നമ്മുടെ മതം വിശ്വസിക്കുവാൻ, ആ മതത്തിൻ്റെ നല്ല സന്ദേശങ്ങൾ, മതങ്ങൾക്ക് നല്ല സന്ദേശമുള്ളൂ, അതിനെ ചീത്തയാക്കുന്നത് മനുഷ്യരാണ്. ഒരു മതവും, ഞാൻ മതങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇതുവരെയും കണ്ട ഒരു മതഗ്രന്ഥത്തിലും ദോഷപ്പെട്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ മതം ഒരു വർഗീയവാദത്തിനെ അടിസ്ഥാനപ്പെടുമ്പോഴാണ് മതത്തിൻ്റെ പേരിൽ വാദങ്ങളും കലഹങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ ഒരു വാക്കാണ് അവിടെ ഞാൻ പ്രത്യേകം ഓർക്കുന്നത്. പറയുകയാണ്, നീ ഏത് മതസ്ഥനാന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിലും മറുപടി പറയേണ്ടത്, മതം എന്നെ മനുഷ്യനാക്കുന്നു, ഞാനൊരു മനുഷ്യനാകണം. നീ ഒരു മനുഷ്യനാകണം എന്ന് നിന്നെ ഓർപ്പിക്കുന്നതാണ് നിൻ്റെ മതം. അല്ല, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊക്കെ നിന്നെ മനുഷ്യനാക്കുവാനുള്ള സംവിധാനങ്ങളാണ്. എന്താണ് നിൻ്റെ മതം? എൻ്റെ മതം ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്. ഞാൻ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ഞാൻ പുതിയ സൃഷ്ടിയാണ്. ബലഹീനായി ഞാൻ ജർമ്മനിയിൽ കുറച്ച് നാൾ പഠിക്കാനിടയായി. അപ്പോൾ അവരെ എന്താണ് നിൻ്റെ മതം എന്ന് ചോദിച്ചാൽ അതിന് പറയുന്ന രസകരമായൊരു മറുപടിയുണ്ട്. ഏതാണ് നിൻ്റെ മതം എന്നാണ് ചോദിക്കുന്നത്. അപ്പം പറയുന്ന മറുപടി ഇതാണ്, ഇഷ് ബിൻ ക്രൈസ്റ്റ് എന്നാണ്. എൻ്റെ യാത്രയിൽ ജർമ്മനി പോയോ എന്ന് അറിഞ്ഞുകൂടാ, റഷ്യയിൽ എന്തോ പറയണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇഷ് ബിൻ ക്രിസ്റ്റൂസ്, ഞാൻ, അത് തർജ്ജമ ചെയ്താൽ വാക്കിൻ്റെ അർത്ഥം ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നല്ല, ഞാൻ ക്രിസ്തുവാണ്. ഞാൻ പറഞ്ഞു, ഇവരെന്താ ഇങ്ങനെ പറയുന്നത്?
മതം ഏതാണെന്ന് ചോദിച്ചാൽ ഇഷ് ബിൻ ഐൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ അവർ പറയുന്നത് ഇഷ് ബിൻ ക്രിസ്തുസ്, ഞാൻ ക്രിസ്തുവാകുന്നു എന്നാണ്. ആഴമായ ഒരർത്ഥം അതിനുണ്ട്. ക്രിസ്തുവായിരിക്കാനാണ് നാം ക്രിസ്ത്യാനികളായിരിക്കുന്നത്. ക്രിസ്തുവായിരിക്കാനാണ് നമ്മുടെ പൂർവികർ ഇവിടെ ദേവാലയം വെച്ചിട്ടുള്ളത്. ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്, രാവിലെ ഞാൻ യാത്രയുടെ ഇടയ്ക്ക് അമേരിക്കയിൽ നിന്നുള്ള ഒരു തമിഴ്നാടുകാരൻ, എൻ്റെ ഒരു ജ്യേഷ്ഠനും കൂടിയാണ്, കുന്നംകുളത്തുനിന്ന് മദ്രാസിലേക്ക് കുടിയേറി പാർത്തു. അവിടെ നിന്ന് നമ്മുടെ അറ്റ്ലാന്റയിലെ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് 82 മറ്റോ ആയിരിക്കണം, അമേരിക്കയിൽ അറ്റ്ലാന്റയിൽ പോയി, ഇപ്പോൾ അവിടെയാണ്. അപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ കയറുമ്പം ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് എനിക്കറിയാവുന്ന തമിഴിൽ വർത്തമാനം പറയാനൊന്ന് നോക്കും. ഇത് നല്ല ഒന്നാം മലയാളിയാണ്, കുന്നംകുളംകാരനാണ്, പക്ഷേ ഒരക്ഷരം പോലും മലയാളം ശരിക്കറിയില്ല, തമിഴ് ഒന്നാന്തരമായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, തമിഴ്നാട്ടിൽ അതൊന്നൊരു വർഗീയതയുടെ പേരിലല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഒരു ക്രൈസ്തവനായ ഒരു ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായിരിക്കുന്നു. കേരളത്തിൽ പേരുകൊണ്ട് ക്രിസ്ത്യാനിയല്ല, അതിന് പേരിൽ മതങ്ങളൊന്നും പ്രത്യേകിച്ച് അതിനൊന്നും അർത്ഥമില്ല. മറിച്ച് യേശു ക്രിസ്തുവിനെ അറിയുന്ന, ക്രിസ്തു ദർശനം അറിയുന്ന, നല്ല സുന്ദരമായിട്ട് വേദപുസ്തകം മനോഹരമായിട്ട് പ്രസംഗിക്കാൻ അറിയുന്ന, അത് പ്രാവർത്തികമാക്കാൻ അറിയുന്ന ഒരു മുഖ്യമന്ത്രി നാളെ കഴിയുമ്പോൾ ചുമതലയേൽക്കുന്നു. ഇതൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ശ്രീ വി.ഡി. സതീശൻ നമ്മളെ ഓർപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. എന്തുമാത്രം ആഴത്തിൽ അദ്ദേഹത്തിന് എന്തിന് വേദപുസ്തകം വായിക്കേണ്ട ആവശ്യമുണ്ട്? കോൺഗ്രസ്സുകാരനാണ് വേദപുസ്തകം വായിക്കണം, മുഖ്യമന്ത്രിയാവണമെങ്കിൽ വേദപുസ്തകം വായിക്കണം. പക്ഷെ അദ്ദേഹം ആഴമായി യേശു ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞൊരു വ്യക്തി. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തും, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും എന്ന് 121 സങ്കീർത്തനത്തിലെ 8 വാക്യങ്ങൾ. അത് കാണാതെ പഠിച്ചിട്ട് പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് കുട്ടികൾ സൺഡേ സ്കൂളിൽ പോയെന്നായി പഠിക്കുന്ന പോലെയല്ല. അത് ആ സാഹചര്യം വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിനെയും കർത്താവിൻ്റെ സുവിശേഷത്തെയും സങ്കീർത്തനങ്ങളെയും ആഴത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ കഴിയുന്ന വ്യക്തി. അത് നമ്മെയും ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാനുണ്ട്. വചനവുമായി ബന്ധമില്ലെങ്കിൽ നമ്മളൊന്നുമില്ല, മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ മാത്രമാണ്. അതുകൊണ്ട് ഈ ദേവാലയം പുനർശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കൂടുതൽ ആഴത്തിൽ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ, ഇവിടെ വന്ന് ക്രിസ്തുവിൽ നിന്ന് പാനം ചെയ്യുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്ത്യാനിയായിരിക്കാൻ അല്ല ക്രിസ്തുവായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ഇന്ന് മെയ് മാസം 16-ാം തീയതി കൊച്ചി ഇടവകയുടെ യൂഹാനോന്മാർ സെവേറിയോസ് മെത്രാപ്പോലീത്ത കാലം ചെയ്തിട്ട് 36 വർഷം ഇന്ന് തികഞ്ഞിരിക്കുന്നു. 1990 മെയ് മാസം 16-ാം തീയതിയാണ് അദ്ദേഹം കാലം ചെയ്തത്. സെമിനാരിയിലെ മൽപ്പാനായിരുന്നു. വളരെ ദർശനത്തോടെ സഭയെ നയിച്ച പിതാക്കന്മാരെ ഒക്കെ ഈ പട്ടംകുടകളും പള്ളിക്കൂദാശയും മറ്റ് കാര്യങ്ങളുമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന മഹാചാര്യനായ ഗുരുവായ ഞങ്ങളുടെ കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ മുൻപ് കൊച്ചി ഭദ്രാസനത്തിൻ്റെ പിതാവായിട്ട് ഇരുന്ന, ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു പക്ഷേ